بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1598 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 21-22 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 21-22 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികളുടെയും സത്യവിശ്വാസികളുടെയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ ദൈവിക വചനങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അവയുടെ ഏറ്റവും ഉത്തമമായ അർത്ഥതലത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. അവര് അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിക്കുന്ന ആളുകളാണ്. അവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ. എന്നാൽ സത്യനിഷേധികൾ അവരുടെ നിലപാട് കാരണമായി തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ സ്ഥിരപ്പെടുന്ന കലിമത്തുൽ അദാബ് അവരുടെ കാര്യത്തിൽ സത്യമായി സംഭവിച്ചിരിക്കുകയാണ്, സത്യമായി പുലർന്നിരിക്കുകയാണ്. അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകന് സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ട ആളുകൾ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനോട് തഖ്വയുടെ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ അവർക്കായിട്ട് നിലനിലകളായിട്ട്
അവരുടെ പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാസ ഇടങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. അവരുടെ അറകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ അവർക്ക് അവരുടെ താമസ സ്ഥലത്തിന് അരികിലായി താഴ്ഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ കാണാം. അതുപോലെ അവരെ ആനന്ദിപ്പിക്കുന്ന പല സംഗതികളും അവിടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. അള്ളാഹു ഒരിക്കലും തന്നെ തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നുകൂടിയാണ് നമ്മൾ വായിച്ച ഭാഗത്ത്, കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് മനുഷ്യരുടെ ചിന്തയുണർത്തുന്ന ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലാഹു ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട്. തഖ്വയുടെ മാർഗം സ്വീകരിച്ച ആളുകൾ, അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകൾ, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായല്ലോ. പ്രാപഞ്ചിക പ്രതിഭാസങ്ങള് മനുഷ്യന്റെ ഏത് ജീവിത മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും എല്ലായ്പ്പോഴും തന്നെ വിലയിരുത്താൻ പറ്റുന്ന വിധത്തിൽ അവന്റെ മുന്നിൽ നിരന്നു കിടക്കുന്നുണ്ട്. അവയെ ശരിയായ ആംഗിളിൽ, ശരിയായ വെളിച്ചത്തിൽ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്മാർഗ ദർശനത്തിന് ഉപകരിക്കുന്ന ശരിയായ നിലപാട്. പലപ്പോഴും മനുഷ്യന് അത് സാധിക്കാത്ത വിധത്തിൽ അവനെ പല വിധത്തിലുള്ള നിലപാടുകളും ചിന്തകളും സമീപനങ്ങളും ഒക്കെ കീഴടക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങള് അവനിൽ ചിന്ത ഉണർത്താതെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം നിലനിൽക്കുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. മനുഷ്യൻ ചില കാഴ്ചകൾ, ചില ദൃശ്യങ്ങൾ, അവന്റെ ശ്രദ്ധയിൽ വരുന്ന ചില പ്രതിഭാസങ്ങൾ, ഇതൊക്കെ തന്നെ നിരീക്ഷിക്കാൻ ഇടയാകുമ്പോൾ തീർച്ചയായിട്ടും അവനിൽ ചിന്തയുണരും. അങ്ങനെ ചിന്ത ഉണരാൻ സാധ്യതയുള്ള, മനുഷ്യനിൽ ചിന്ത ഉണർത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലാഹു ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച 21-ാമത്തെ ആയത്തില് പരാമർശിക്കുന്നത്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന വിധത്തിലാണ് ഈ ആയത്ത്. അലം തറ, പ്രവാചകരെ താങ്കള് കണ്ടില്ലേ, താങ്കൾ കാണുന്നില്ലേ? അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, നിശ്ചയമായിട്ടും അല്ലാഹു ഉപരിലോകത്ത് നിന്ന് മഴ ഇറക്കുകയുണ്ടായി, ആകാശത്ത് നിന്ന് മഴ ഇറക്കുകയുണ്ടായി. ഫസലകഹു, അങ്ങനെ അവൻ അതിനെ പ്രവേശിപ്പിച്ചു. ആ മഴവെള്ളത്തിന്, ആകാശത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ മഴ ഭൂമിയിലെത്തുന്നതോടെ ഭൂമിയിൽ അല്ലാഹു അതിനെ പ്രവേശിപ്പിച്ചു. യനാബിഅ ഫിൽ അർള്, ഭൂമിയിലുള്ള വിവിധങ്ങളായ ഉറവകളിലായിട്ട്, ജലസ്രോതസ്സുകളിലായിട്ട് അല്ലാഹു അതിനെ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ സംഭരിച്ചു. തോടുകളും അരുവികളും ആറുകളും പുഴകളും ഒക്കെയായി ഭൂമിയിലുള്ള ജലസ്രോതസ്സുകളുണ്ട്. ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു പദമാണ് യനാബിയ എന്നത്. യനാബിയ എന്നത് യംബൂൾ എന്ന പദത്തിന്റെ ബഹുവചനാണ്. സ്പ്രിംഗ്, ജലത്തിന്റെ ഉപരി ഒരു സ്രോതസ് എന്നൊക്കെയുള്ള അർത്ഥത്തില് അതിനെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്നാണ് മംബാൾ എന്ന പദം വരുന്നത്, ഉറവിടം എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള. മസ്ദർ എന്ന അർത്ഥത്തിലുള്ള മംബാൾ പോലെയുള്ള പദം വരുന്നത് ഈ പദത്തിൽ നിന്ന് തന്നെയാണ്. എമ്പോഴും ഇവിടെ യനാബിയ ആണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പ്രകൃതിയായുള്ള ജലസ്രോതസ്സുകളെയാണ് പരാമർശിക്കുന്നത്. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കി തന്നു.
എന്നിട്ട് അതിനെ, ആ മഴവെള്ളത്തിനെ അള്ളാഹു ഭൂമിയിലെ വിവിധങ്ങളായ ജലസ്രോതസ്സുകളിൽ എത്തിക്കുകയും ചെയ്തു. ആ ജലസ്രോതസ്സുകളിൽ അതിനെ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് അതിനെ എത്തിച്ചു. വെള്ളം അങ്ങനെയാണ്. ആകാശത്തുനിന്ന് മഴ ഭൂമിയിൽ പതിക്കുന്നതോടെ അത് ഭൂമിയുടെ ഉപരിതലത്തെ നനച്ചുകൊണ്ട് അങ്ങനെ ഒഴുകി ചിലയിടങ്ങളിലൊക്കെ എത്തുന്നത് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ പെയ്യുന്ന മഴ മണ്ണിനെ നമ്മുടെ ആ ഭാഗത്തെ പ്രദേശത്തൊക്കെ നനക്കുന്നുണ്ടാവും. അതങ്ങനെ ഒഴുകി മണ്ണിലേക്ക് ആണ്ട് പരന്ന്, ഒരുപക്ഷെ ഉപരിതലത്തിലൂടെയും പരന്ന് ജലസ്രോതസ്സുകളായിട്ട് നിലനിൽക്കുന്ന കുളം, തോട്, അരുവി, ആറ്, പുഴകള് അങ്ങനെ പോയി സമുദ്രത്തിലൊക്കെ എത്തിച്ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വിധത്തില് ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇറക്കുന്ന മഴയെ വളരെ ഫലപ്രദമായ വിധത്തിൽ റൂട്ട് ചെയ്ത് വിടുന്ന, ക്രമീകരിക്കുന്ന, അതിന്റെ ചലനത്തെയും ഒഴുക്കിനെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അള്ളാഹു ഭൂതലത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ അടിയിലേക്ക് മഴ പെയ്തെടുത്ത് മുഴുവനായിട്ടും അങ്ങ് ആണ്ടിറങ്ങി പോവുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ തളം കെട്ടി നിൽക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അത് നമ്മൾ നിരീക്ഷിച്ചാൽ അള്ളാഹു വെച്ച ഒരു ക്രമം അനുസരിച്ച് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ പരന്നൊഴുകുന്നുണ്ട്, അടിയിലേക്ക് ആണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒഴുകി ചില ജലസ്രോതസ്സുകളിലേക്ക് ചെന്ന് ചേരുന്ന, അതിനെ പോഷിപ്പിക്കുന്ന വിധത്തില് ആ മഴവെള്ളം ചെന്ന് ചേരുകയാണ്. അള്ളാഹുവിന്റെ ജലവിതരണത്തിനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അള്ളാഹുവിടെ സൂചന നൽകുന്നത്. ഭൂമിയുടെ ഞരമ്പുകളായിട്ടുള്ള വെള്ളമൊഴുകുന്ന വഴികളുണ്ട്, നീരൊഴുക്കുകളുണ്ട്. അത് ഭൂഗർഭ ഭാഗങ്ങളിലുണ്ട്, ഭൂമിയുടെ ഉപരിതലത്തിലും ഉണ്ട്. അതുപോലെ ഭൂമിയുടെ പ്രതലത്തിലൂടെയും വെള്ളം അങ്ങനെ ഒഴുകി എത്തേണ്ടിടങ്ങളിലൊക്കെ എത്തുകയാണ്. അപ്പൊ അതിനൊരു ക്രമീകരണം, വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്, മഴവെള്ളം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വേണ്ട വിധത്തില് എത്തിക്കുന്നതിനായിട്ട് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള ഒരു ക്രമീകരണം വളരെ വിസ്മയകരമാണ്. അള്ളാഹുവിനാണ് വെള്ളത്തിന്റെ പ്രകൃതം ഏറ്റവും നന്നായി അറിയുന്നത്. അതിന് പറ്റുന്ന വിധത്തിലാണ് ഭൂമിയുടെ ഉപരിതലത്തിനെ അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് തമ്മിലൊക്കെ ഒരു വല്ലാത്ത പാരസ്പര്യം ഉള്ളതായിട്ട് കാണാം. ജലത്തിന്റെ പ്രകൃതം, ഭൂമിയുടെ ഉപരിതലത്തിന്റെ പ്രകൃതം. ഭൂമിയുടെ ഉപരിതലം എല്ലായിടവും ഒരുപോലെയല്ല. ചില മുട്ടക്കുന്നില് അല്ലെങ്കിൽ പാറക്കെട്ടുകളുള്ള ഇടങ്ങളിൽ മഴ പെയ്താൽ അത് അവിടെ വെള്ളം അവിടെ ആണ്ടിറങ്ങിക്കൊള്ളണമെന്നില്ല. അത് അവിടുന്ന് ഉതിർന്ന് വീണ് താഴേക്ക് അങ്ങ് ഒഴുകി വേറെ പലയിടങ്ങളിലും എത്തുന്നത് കാണാൻ കഴിയും. അതുപോലെ മഴ പെയ്താൽ വേറെ എങ്ങോട്ടും ഒലിച്ചിറങ്ങാതെ അവിടെ തന്നെ തളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളും ഉണ്ട് ഭൂമിയിൽ ചിലയിടങ്ങളിലൊക്കെ. അപ്പൊ ഇങ്ങനെ അള്ളാഹു ഒരു ക്രമീകരണം ഇതിന് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കി തന്നു, എന്നിട്ട് അതിനെ വിവിധങ്ങളായ ജലസ്രോതസ്സുകളിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ എത്തിച്ചു. യനാബിയ എന്ന് പറഞ്ഞാല് തോട്, അതുപോലെ ആറ്, അരുവി, പുഴ എന്നൊക്കെ പറയുന്ന, അതുപോലെ കുളം, ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ സ്പ്രിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയാ തന്നെയുള്ള ജലസ്രോതസ്സുകളുണ്ട്. ഈ ജലസ്രോതസ്സുകളിൽ ജലം ആവിയായി വറ്റി ഒക്കെ പോകും, അതിന് കുറവ് വരും. അതിനെ പോഷിപ്പിക്കുന്ന വിധത്തില് മഴ വർഷിക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് ഊറി എത്തുകയും ചെയ്യും. ഫസലക്കഹു യനാബിയ ഫിൽ അർള് സുമ്മ യുഖ്രിജു ബിഹി സറഅ. എന്നിട്ട് അതിനെ തുടർന്ന് അവൻ ആ ആകാശത്തു നിന്ന് ഇറക്കിയ മഴയെ, ആ വെള്ളത്തെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തില്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു. മഴയില്ലെങ്കിൽ 1-2 വർഷങ്ങൾ മഴയില്ലാതായി കഴിഞ്ഞാൽ
എല്ലാ വിധത്തിലുള്ള വിളകളും നശിച്ചു പോകും. മരങ്ങളും ചെടികളും ഒക്കെ, അതുപോലെ ധാന്യവിളകളൊക്കെ പോലെയുള്ള കൃഷി പോലെയുള്ള സംഗതികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു പോകും. ഈ മഴയുടെ ഈ വാട്ടർ സൈക്കിളിനെ ആശ്രയിച്ചുകൊണ്ടാണ് കൃഷി അല്ലെങ്കിൽ വിളകളൊക്കെ തന്നെ അതിജീവിക്കുന്നത്. അത് സർവൈവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ മഴ അല്ലെങ്കിൽ ഈ മഴവെള്ളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു യുഖ്രിജു ബിഹി സറഅൻ മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ വർണ്ണങ്ങളിലും രൂപങ്ങളിലും രുചിഭേദങ്ങളും ഉള്ള വിധത്തിലുള്ള വിളകളെ അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. മഴയെ ഈ കൃഷിക്ക് വിളകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിയ മഴ കാരണമായിട്ടാണ് ഇവിടെ ജലസ്രോതസ്സുകളില് വെള്ളം ഉണ്ടാകുന്നത്. ആ വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക്, ചെടികൾക്ക്, വൃക്ഷങ്ങൾക്ക്, വിളകൾക്ക് ഒക്കെ പ്രയോജനകരമായി മാറുന്നത്. അങ്ങനെ ഈ വെള്ളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സറഅൻ മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള വിളകള് ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ഇത് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള ഒരു സജ്ജീകരണമാണ്. ഇവിടെ മുഖ്തലിഫൻ അൽവാനുഹു എന്നാണ് പ്രയോഗം. വിവിധ വർണ്ണങ്ങളായുള്ള വിളകൾ എന്ന് ഭാഷാപരമായി നമുക്കതിനെ മനസ്സിലാക്കാം. എന്നാൽ ഈ വൈവിധ്യം അതിന്റെ വർണ്ണത്തിൽ മാത്രമല്ല, അതിന്റെ രൂപത്തില്, ആകൃതിയില്, വലിപ്പത്തില്, രുചിയില്, വാസനയില് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളിലും വൈവിധ്യമുള്ള, വളരെ വ്യത്യസ്തത ഉള്ള വിളകളും കാർഷികോൽപ്പന്നങ്ങളുമാണ് ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആകാശത്ത് നിന്ന് ഇറക്കുന്ന ഒരേ ഒരു ജലം, അതിന്റെ ക്വാളിറ്റി ഒന്നാണ്. പക്ഷെ ഭൂമിയിൽ അല്ലാഹു ആ വെള്ളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിളകളാണ്. വർണ്ണം എന്നത് വ്യത്യസ്തത കാണിക്കുന്ന ഒരു പ്രയോഗം എന്ന നിലക്ക് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് രൂപവും ആകൃതിയും അതുപോലെ വാസനയും രുചിയും വർണ്ണവും ഒക്കെ അടങ്ങുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവൻ കാർഷിക വിളകൾ അല്ലെങ്കിൽ വിളകളെ ഉൽപ്പാദിപ്പിച്ചു തരുന്നു, വ്യത്യസ്തതകള് വളരെയേറെയുള്ള വിധത്തില്. സുമ്മ യഹീജു, പിന്നെ അത് വിളഞ്ഞ് ഉണങ്ങി വരണ്ട് അതിന്റെ ആ ചെടികൾ അല്ലെങ്കിൽ അതിന്റെ വിളഞ്ഞു നിൽക്കുന്ന വിളയുടെ ഉൽപ്പന്നം, നമ്മള് വിളവെടുക്കുന്ന സംഗതികളൊക്കെ തന്നെ അത് വിളഞ്ഞു, അതിനെ തുടർന്ന് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. അതാണ് യഹീജു എന്ന പദം സൂചിപ്പിക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ അതിന്റെ വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത സംഗതി അത് ഉണങ്ങി പോവുക എന്നുള്ളതാണ്. അതിന്റെ ജലാംശം കുറഞ്ഞു വരികയും അതിന്റെ കാഴ്ചയിലുള്ള രൂപത്തിന് മാറ്റം വരികയോ ഒക്കെ ചെയ്യുന്ന ആ പ്രതിഭാസം യഹീജു. ഏത് ഫലവർഗങ്ങളിൽപ്പെട്ട ഏതും അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ആപ്പിള് നന്നായി അതിന്റെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം കാഴ്ച ഭംഗിയുള്ള, വളരെ കൗതുകമുണർത്തുന്ന ഒന്നായിരിക്കും. പക്ഷെ നമ്മളത് പറിക്കാതെ അത് കൺസ്യൂം ചെയ്യാതെ അങ്ങനെ വെച്ചിരുന്നാൽ ആഴ്ചകൾ പിന്നിടുമ്പോൾ അത് ഉണങ്ങി അതിന്റെ ജലാംശമൊക്കെ പോയി ചുക്കിച്ചൊളിഞ്ഞ് അത് വളരെ ഡ്രൈ ആയി മാറിയ ഒരു സംഗതിയായിട്ടുണ്ടാവും. ഈ ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. സുമ്മ യഹീജു, അപ്പോ സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അപ്പോ നിനക്കതിനെ വിളറി മഞ്ഞളിച്ച പോലെ കാണാൻ കഴിയും. അത് കായ്ച്ച് അതിന്റെ വളർച്ച പ്രാപിച്ച ഘട്ടത്തില് വല്ലാത്തൊരു
കാഴ്ച ഭംഗിയായിരുന്നു അതിന്. വല്ലാത്തൊരു ആകർഷകത്വം ഉണ്ടായിരുന്ന ഒരു ഫലം. നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് നമ്മൾ കൈകൾ നീട്ടിപ്പോകും. ആ വിധത്തില് തുടിപ്പും ഒക്കെയുള്ള പ്രസരിപ്പും ഒക്കെ തോന്നുന്ന ഒരു കാഴ്ച ഭംഗിയുടെ ഒരു രൂപമായിട്ട്, ഒരു പ്രതീകമായിട്ട് ഒരു ഫലം നമ്മുടെ മുന്നിൽ അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നേരത്തെ. എന്നാൽ അത് വൈകാതെ തന്നെ ഉണങ്ങി ചുങ്ങി പോവുകയാണ്. പിന്നെയോ ഫതറാഹു മുസ്ഫറ, അപ്പോ അല്ലാതെ മഞ്ഞളിച്ച പോലെ അല്ലെങ്കിൽ വിളറിയ പോലെ നിനക്ക് ആ കാർഷികോൽപ്പന്നത്തെ അല്ലെങ്കിൽ ആ പഴവർഗത്തെ കാണാൻ പറ്റും. സുമ്മ യജ്അലുഹു ഹുതാമ, പിന്നെ അടുത്ത സ്റ്റേജ് അത് വെറും ചവറായി മാറുക എന്നതാണ്. ഹുതാം എന്ന് പറഞ്ഞാല് ചവറാണ്. ഏതെങ്കിലും കാർഷിക ഉൽപ്പന്നം പൊടിഞ്ഞ് ദ്രവിച്ചു പോയാലുള്ള ഒരു അവസ്ഥ. ഏത് ഫലവും ഏത് പഴവർഗത്തിൽപ്പെട്ടതാണെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ പിന്നിടുന്നതോടുകൂടി അത് ചുക്കിച്ചൊളിഞ്ഞ് പൊടിഞ്ഞ് അത് വെറും ചവറ് പോലെയായിട്ട് മാറും, ഹുതാമായിട്ട് മാറും. അപ്പൊ ഇതാണ് അതിന്റെ അടുത്ത ഘട്ടം. എന്നിട്ട് ഈ കാര്യം വിവരിച്ചതിന് ശേഷം അള്ളാഹു ഒരു ലൈഫ് സൈക്കിൾ മുഴുവനായിട്ട് അള്ളാഹുവോട് പറഞ്ഞു കഴിഞ്ഞു. ആകാശത്തുനിന്ന് അള്ളാഹു മഴ ഇറക്കി തരുന്നു, അതിനെ ഭൂമിയിലെ വിവിധങ്ങളായ ജലസ്രോതസ്സുകളിലും ഉറവകളിലും എത്തിക്കുന്നു. എന്നിട്ട് ഈ ജലസാന്നിധ്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവൻ വിവിധ വർണ്ണങ്ങളിലും രുചിഭേദങ്ങളുള്ളതും രൂപ വ്യത്യാസമുള്ളതും അതുപോലെ വ്യത്യസ്തങ്ങളായ വാസനയുള്ളതും ഒക്കെയായ ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് അത് നല്ല വളർച്ച പ്രാപിക്കുന്ന വിധത്തില് നമ്മളെ കണ്ണുകളെ ആകർഷിക്കുന്ന വല്ലാത്ത നയനാനന്ദകരമായ ഒരു കാഴ്ചയായിട്ട് മാറിയതിന് ശേഷം അത് അതിന്റെ വിളവ് പൂർണ്ണമായി പിന്നെ ഉണങ്ങി ചുങ്ങുന്നു. അതിനെ വിളറി മഞ്ഞളിച്ച പോലെ ആയതായിട്ട് നമുക്ക് വൈകാതെ കാണാം. പിന്നീട് അടുത്ത ഘട്ടത്തിൽ സുമ്മ യജ്അലുഹു ഹുതാമ, പിന്നെ അതിനെ അവൻ വെറും ചവറാക്കി മാറ്റുന്നു. അപ്പൊ ഒരു ലൈഫ് സൈക്കിൾ മുഴുവനുമായിട്ട് അള്ളാഹു ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ ഒരു പ്രതിഭാസത്തില് ഈ ഒരു കാര്യത്തില് ലദിക്റ, വലിയൊരു പാഠം അടങ്ങിയിട്ടുണ്ട്, വലിയൊരു ഗുണപാഠം അല്ലെങ്കിൽ വലിയൊരു ദൃഷ്ടാന്തം, ഒരു ഉത്ബോധനം അടങ്ങിയിട്ടുണ്ട്. ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക്. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചയിൽ നിന്ന്, ഈ ഒരു പ്രതിഭാസം നിരീക്ഷിക്കുന്നതിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈഫ് സൈക്കിൾ ജീവിതത്തിന്റെ നശ്വരതയെ സൂചിപ്പിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ഇതേ വിധത്തിലാണ് മനുഷ്യന്റെയും ഒരു സൈക്കിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ജീവിതം എന്ന ആ ചാക്രികത പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെന്ന് കാണാൻ കഴിയും. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് രൂപമെടുത്ത് വളർച്ച പ്രാപിച്ച് കരുത്തും സൗരഭ്യവും സൗന്ദര്യവും ശക്തിയും ഒക്കെയുള്ള വിധത്തില് വലിയ വളർച്ചയുണ്ടായി. പിന്നെ ആ കത്തി നിന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ ക്രമേണ അതിന്റെ ഒരു അവരോഹണം തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ അത് ആ ഒരു വ്യക്തി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. അയാളുടെ ശരീരവും അതുപോലെ സൗന്ദര്യവും അയാളുടെ കരുത്തും ഒക്കെ വല്ലാതെ ശോഷിച്ച് അങ്ങനെ അയാൾ മരണത്തിലേക്ക് അടുക്കുന്നു. അതോടെ പിന്നെ മരണത്തിന് ശേഷം അയാളുടെ ശരീരം ജീർണിച്ച് ഇവിടെ ഹുതാം എന്ന് വിവരിച്ച പോലെയുള്ള വെറും ചവറ് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആയി മാറി മണ്ണില് ഭൂമിയില് ലയിച്ചു ചേരുന്നു. മനുഷ്യന്റെ ജീവിതത്തിന്റെ നശ്വരത
അല്ലെങ്കിൽ അത് വളരെ താൽക്കാലികമായതാണ്, ക്ഷണികമായതാണ്, എന്നെന്നും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് എന്ന നിലക്ക് നോക്കിക്കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ജീവിതം എന്നത് ഈ ഒരു വിവരണത്തിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ ഏതേത് കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരു തുടക്കവും വളർച്ചയും വികാസവും പരിണിതിയും അതിന്റെ ഒരു ഒടുക്കവും ഒക്കെ ഉണ്ട് എന്നത് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും. അപ്പൊ ഒരു പ്രത്യേക ആവശ്യം സെർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു മഴ ഇറക്കി തന്ന് ആ മഴയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തന്ന് അതിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ അത് കടന്നുപോയി അത് അവസാനം ചപ്പു ചവറായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനിടക്ക് ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് അള്ളാഹു നിശ്ചയിച്ച പല പ്രയോജനങ്ങളും ഉണ്ടാവും. ഫലവർഗ്ഗങ്ങളാണെങ്കിൽ അത് മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ കൺസ്യൂം ചെയ്യും. അതിന്റെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വിത്ത് വിളയിച്ചെടുക്കും. അങ്ങനെ ചില ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മം എന്ത്, അതിന്റെ പേർപ്പസ് എന്ത് എന്നതിനെ കുറിച്ച് മനുഷ്യനെ ആലോചനയുള്ളവനാക്കുന്ന ഒരു ദിക്റ, ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ഉത്ബോധനം ഈ ഒരു സംഗതിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ച കാര്യം. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്. നിശ്ചയമായിട്ടും ഈ ഒരു പ്രാപഞ്ചിക പ്രതിഭാസത്തിൽ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്ബോധനമുണ്ട്, വലിയൊരു പാഠം അടങ്ങിയിട്ടുണ്ട്, അതിൽ വലിയൊരു ഉണർത്തൽ അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ ഒരു കായ ഉണ്ടായി വളർന്ന് അത് പൂർണ്ണ വളർച്ചയെത്തി അത് വളരെ ആകർഷകമായ, വളരെ രുചിയുള്ള, വളരെ നല്ല സുഗന്ധമുള്ള ഒരു സംഗതിയൊക്കെ ആയിട്ട് മാറി. പിന്നീട് അതിന്റെ വിളവ് പൂർണ്ണമായി പിന്നെ ഉണങ്ങി ചുക്കിച്ചുളിഞ്ഞ് നിറം നഷ്ടപ്പെട്ട് അതുപോലെ ചപ്പു ചവറ് പോലെയായി മാറുന്ന ഈ ഒരു പ്രക്രിയയിൽ അത് താനെ വെറുതെ സംഭവിക്കുന്നതല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിനിവിടെ ആവശ്യക്കാരുണ്ട്. അങ്ങനെ ചെടി അത് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പല ജീവജാലങ്ങളും ചത്തൊടുങ്ങിപ്പോകും. അപ്പൊ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇത് മുളച്ചുണ്ടാവുന്നതും വളരുന്നതും അതുപോലെ അതിന്റെ ഫലം ഉൽപ്പാദിപ്പിക്കുന്നതും അതിന് ഇവിടെ വിവരിക്കപ്പെട്ട വിധത്തിലുള്ള ഒരു പ്രയാണം ഉണ്ടാകുന്നതും ഒക്കെ തന്നെ അള്ളാഹു നിശ്ചയിച്ച ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നത് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏറെ ഇത്തരം സജ്ജീകരണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യൻ എന്തിനു വേണ്ടി ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നു എന്നൊരാലോചന തീർച്ചയായിട്ടും ആളുകളിൽ ഈ ഒരു പ്രതിഭാസം ഉണർത്തും. ബുദ്ധിയുള്ളവർ അതിനെക്കുറിച്ച് ആലോചിക്കും, അന്വേഷിക്കും. അവിടെയാണ് അവൻ തന്റെ സ്രഷ്ടാവിനെ കണ്ടെത്തുന്നത്. തന്റെ സ്രഷ്ടാവ് തന്നെ സൃഷ്ടിച്ചത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു പ്രയത്നം അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ ഒരു പ്രതിഭാസത്തില് അല്ലെങ്കിൽ പ്രകൃതിയിലെ സൂചനകളില് കാണാൻ കഴിയും എന്ന് സങ്കല്പിക്കേണ്ടതില്ല. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യമുണ്ട്, അനിവാര്യമാണ് ഉത്തരങ്ങൾ കണ്ടെത്തല് എന്നത് തീർച്ചയായിട്ടും പ്രകൃതിയിലെ പ്രതിഭാസങ്ങള് നമ്മളെ ബോധ്യപ്പെടുത്തി തരും. മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ന്യായമായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, അവയ്ക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിലെ ഒട്ടേറെ പ്രതിഭാസങ്ങൾ, ഇവിടെ വിവരിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് പ്രേരണയാകും. അപ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, മനുഷ്യന്റെ സ്വത്വപരമായ,
മനുഷ്യന്റെ ജീവൽ ധർമ്മം എന്ത് എന്നതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രകൃതി തരുമോ, ഈ പ്രതിഭാസങ്ങൾ തരുമോ? പ്രകൃതി മാത്രമല്ല ഇവിടെയുള്ളത്, പ്രകൃതിയിലെ ഈ പ്രതിഭാസങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്. അള്ളാഹു ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സജ്ജീകരണമാണ് അവന്റെ പ്രവാചകന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇത് രണ്ടും ചേർന്ന് വരുമ്പോ പ്രകൃതിയിലെ ചിന്തയുണർത്തുന്ന ഈ പ്രതിഭാസങ്ങൾ നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ ഉത്ബോധനം, ഈ ഓർമ്മ അല്ലെങ്കിൽ ഈ ഒരു പാഠം, അതും അതുപോലെ ദൈവികമായ സംവിധാനത്തിന്റെ ഭാഗമായി മനുഷ്യനിലേക്ക് എത്തുന്ന പ്രവാചകന്മാര് കൊണ്ടുവന്ന സന്ദേശവും, ഇത് രണ്ടും ചേർത്ത് വെക്കുന്നതോടുകൂടി മനുഷ്യൻ അവന്റെ സ്വത്വപരമായ അന്വേഷണങ്ങൾക്ക് പൂർണ്ണമായ ഏറ്റവും ഏറെ തൃപ്തി നൽകുന്ന ഉത്തരം കണ്ടെത്തുകയായി. ഇതാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംവിധാനം. ഇവിടെ അള്ളാഹു ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇന്ന ഫീ ദാലിക ലദിക്റാ ഉലിൽ അൽബാബ് എന്നാണ്. ഈ ഒരു പ്രതിഭാസത്തില് ബുദ്ധിയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഉത്ബോധനം, ഒരു പാഠം അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ കണ്ട ജീവജാലങ്ങളും അതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ഒക്കെ തന്നെ സ്വദേശപരമായതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ മനുഷ്യന് സ്വന്തം സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എന്ത് എന്നത് കണ്ടെത്താൻ ഈ പ്രതിഭാസങ്ങളൊക്കെയും തന്നെ ഒരു പ്രേരണയാകും. അതിന് അവൻ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങള് അള്ളാഹു മനുഷ്യന് മാർഗദർശനം നൽകാൻ നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരിലൂടെ അവനത് നേടാൻ സാധിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, അള്ളാഹു ഒരുവന്റെ നെഞ്ചിനെ അല്ലെങ്കിൽ ഹൃദയത്തെ വിശാലമാക്കി കൊടുത്തു എന്ന് വെക്കുക. ലിൽ ഇസ്ലാം, അള്ളാഹുവിനുള്ള കീഴ്പ്പെടൽ ഉൾക്കൊള്ളുവാൻ, അള്ളാഹുവിനെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും അവന് വിധേയപ്പെടുകയും ചെയ്യുക എന്ന ഒരു സംഗതിയിലേക്ക് ഒരാൾ നീങ്ങുന്നതിന്, ഇസ്ലാമിലേക്ക് അടുക്കുന്നതിന് ഒരാളുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ അയാളുടെ നെഞ്ചിന് അള്ളാഹു വിശാലതയുണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് അഫമൻ, അവൻ എന്ന് പറഞ്ഞ അള്ളാഹു ഒരു ചോദ്യ ചിഹ്നം അവിടെ വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പൂർണ്ണമായിട്ടില്ല, അത് ബാക്കി നമുക്ക് പൂർണ്ണമാക്കാൻ വേണ്ടി വിട്ടു തന്നിരിക്കുക. അള്ളാഹു നെഞ്ചകം വിശാലമാക്കി കൊടുത്ത ഒരുവൻ അള്ളാഹുവിന് വിധേയപ്പെടുവാൻ, അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുവാൻ, ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ പറ്റുന്ന വിധത്തില് ഒരാളുടെ നെഞ്ചിനെ, ഹൃദയത്തിനെ വിശാലമാക്കി കൊടുത്തു. അവനും അങ്ങനെ അല്ലാത്തവനും ഒരുപോലെയാകുമോ എന്നതാണ് അള്ളാഹു ഇവിടെ പരോക്ഷമായിട്ട് ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒരാളുടെ ഹൃദയം കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ, പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ പ്രതിഭാസത്തിന്റെയും അതിലടങ്ങിയിട്ടുള്ള ഒരു ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരാളുടെ ഹൃദയത്തെ, മനസ്സിനെ, നെഞ്ചിനെ വിശാലമാക്കി കൊടുത്തിരിക്കുകയാണ്. ആ വിശാലമാക്കി കൊടുക്കല് ഇസ്ലാമിലേക്കുള്ള വിശാലത ഉണ്ടാക്കി കൊടുക്കലാണ്. കാരണം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് വക്രതയുള്ള അജണ്ടകളൊന്നും മനസ്സിലില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സത്യത്തിലേക്കാണ് വന്നു ചേരുക. ഇപ്പൊ സമീപകാലത്ത് തടവറയിൽ നിന്ന് പുറത്തു വന്ന ഒരു പ്രമുഖനായ ഒരാള് 4-5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം, അയാൾ നിരീശ്വര വിശ്വാസിയായിരുന്നു, മുസ്ലിം കുടുംബത്തിലൊക്കെ ജനിച്ച ആളാണ്. പക്ഷെ അയാളും തലമുറകളായിട്ട് തന്നെ നിരീശ്വരത്വത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾ തടവറയിൽ കിടക്കുമ്പോ ആ തടവറയുടെ ഏകാന്തതയും വളരെ വ്യത്യസ്തമായ ആ അനുഭവങ്ങളും ഒക്കെ എങ്ങനെ നേരിടും എന്ന വലിയ മാനസിക പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരാളാണ്.
അയാൾക്ക് തടവറയുടെ ഏകാന്തതയിലും അല്ലെങ്കിൽ തടവറയിലെ അനുഭവങ്ങൾ അതിനെ സാധാരണ ജീവിതത്തിന്റെ ആ ഒഴുക്കിൽ നിന്ന് പിടിച്ചു മാറ്റി ഒരാളെ കൂട്ടിലടച്ചാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ ഉണ്ടാക്കുന്ന അതിഭീകരമായ അസ്വസ്ഥത, ആ അസ്വസ്ഥതയെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന ആലോചനയിലാണ് അയാള് അള്ളാഹുവിനെ കണ്ടെത്തുന്നത്. അതിനയാളെ പ്രേരിപ്പിച്ചത് അയാളുടെ പഠന മേഖലയായിരുന്ന, അയാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയിലെ ചില കണ്ടെത്തലുകളുമാണ്. അദ്ദേഹം ഭാഷയുടെ അടിസ്ഥാന രൂപമായ വാചകങ്ങളുടെ ഘടനയെക്കുറിച്ച്, സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. വാചകത്തിലും മനുഷ്യന്റെ ഭാഷയില് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ വലിയൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള സംവിധാനമുണ്ട്. എല്ലാറ്റിനും ഒന്നിനെ ചേർത്ത് വെക്കുന്ന വലിയൊരു കൊഹിയറൻസ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറൽ പെർഫെക്ഷൻ ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങൾക്കും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് ആ സ്ട്രക്ചറൽ കൊഹിയറൻസിന്, ആ സ്ട്രക്ചറൽ പെർഫെക്ഷന് ഒരു സന്ദേശവുമില്ല, ഒരു ചൈതന്യവുമില്ല, അതൊന്നും സൂചിപ്പിക്കുന്നില്ല, അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല എന്ന് പറയാൻ സാധ്യമല്ല. ഒരു സ്ട്രക്ചറൽ പെർഫെക്ഷനുള്ള ഒരു സംഗതി, അതൊരു വാചകമായാലും പ്രപഞ്ചത്തിലെ ഏതേത് സംവിധാനമോ പ്രതിഭാസമോ ആയാലും അത്രയും ഗംഭീരമായ വിധത്തില് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിക്ക് ഒരു ലക്ഷ്യമില്ല, ഒരു സന്ദേശമില്ല, ഒരു പേർപ്പസ് ഇല്ല എന്ന് സങ്കല്പിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അയാള് തിരികെ എത്തുന്നത്. അപ്പൊ അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഇസ്ലാമിനു വേണ്ടി വിശാലമാക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്നത് നമുക്ക് കാണാൻ കഴിയും. പലരും അങ്ങനെയാണ്, ജീവിതാനുഭവങ്ങള് ഇസ്ലാമിലേക്ക് ഹൃദയത്തെ വിശാലമുള്ളതാക്കി കൊടുക്കുന്നത് കാരണമായി അവര് അള്ളാഹുവിനെ കണ്ടെത്തുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നു, അയാളുടെ നിലപാട് തന്നെ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നതാക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അഫമൻ ശറഹല്ലാഹു സ്വദറഹു ലിൽ ഇസ്ലാം, ഒരാളുടെ ഹൃദയത്തിനെ അള്ളാഹുവിന് വിധേയപ്പെടുന്നതിന് വേണ്ടി വിശാലതയുള്ളതാക്കി കൊടുക്കുന്നു എങ്കിൽ അയാളും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ഒരാളും ഒരുപോലെയാകുമോ? ആ വിശാലത ഉണ്ടായിട്ടില്ലാത്ത ആളുടെ ഹൃദയം കടുത്തു പോകും, അയാൾക്ക് സത്യം കാണാൻ കഴിയില്ല. പ്രപഞ്ചത്തിലെ ഏതേത് പ്രതിഭാസവും, നേരത്തെ ഇവിടെ വിവരിച്ച ആ ജലം ഇറക്കിക്കൊണ്ട് ഭൂതലത്തിൽ അള്ളാഹു ഉണ്ടാക്കിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണം ഉണ്ടല്ലോ, അതിൽ പോലും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അയാൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പരാമർശിച്ച വ്യക്തി തന്നെ ഒരു 40-45 വർഷം ഭൂമുഖത്ത് ജീവിച്ച ഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം അയാളുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് അതിലൂടെ അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള വിശാലത ഹൃദയത്തിന് നേടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ആ ഒരു വിശാലത അയാളുടെ ഹൃദയത്തിന് ഉണ്ടാവുന്നത്. അപ്പൊ ഒരേ ആള് തന്നെ ഈ രണ്ടവസ്ഥയിലും ഉണ്ടാകാം. ആളുകള് പലപ്പോഴും ഈ വിശാലതയുള്ളവരുമാകാം, വിശാലതയില്ലാത്തവരുമാകാം, രണ്ടു വിധത്തിലും ഉണ്ടാവാം. അപ്പൊ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് അഫമൻ ശറഹല്ലാഹു സ്വദറഹു ലിൽ ഇസ്ലാം, ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു ഇസ്ലാമിലേക്ക് വരാൻ, അള്ളാഹുവിന് വിധേയപ്പെടുന്നതിലേക്ക് വരാൻ വിശാലതയുള്ളതാക്കി കൊടുത്താൽ ആ ഒരാളും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലാത്ത ആളും ഒരുപോലെയാകുമോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. അങ്ങനെ ഹൃദയത്തിന് വിശാലതയുണ്ടാക്കി കൊടുത്ത ആള്, അള്ളാഹു അങ്ങനെ ഹൃദയത്തിന് വിശാലത കൊടുത്തിട്ടുള്ള ആള്, അയാള് ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അങ്ങനെയുള്ള ഒരാള് ഉടനെ
തുടർന്നുണ്ടാവുന്നത് എന്താണ്? അയാൾ തന്റെ റബ്ബിൽ നിന്നുള്ള ഒരു പ്രകാശത്തിലായിരിക്കും. ദിവ്യമായ ഒരു പ്രകാശത്തിന്റെ പ്രയോജനം ലഭിക്കുന്ന ഒരാളായിട്ട് അയാൾ മാറിയിട്ടുണ്ടാവും. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അങ്ങനെയാണല്ലോ അള്ളാഹു സൂറത്ത് നൂറില് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്. ആകാശഭൂമികളുടെ പ്രപഞ്ചത്തിന്റെ പ്രകാശമാണ് അള്ളാഹു. ആ പ്രകാശം മനുഷ്യന്റെ മനസ്സിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്. ആ വിളക്കിന്റെ പ്രത്യേകതയൊക്കെ അതീവ സുന്ദരമായിട്ട് അള്ളാഹു അവിടെ വിവരിച്ചിട്ടുണ്ട്. എന്താണ് ഈ പ്രകാശം എന്നതാണ് നമ്മൾ തുടർന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന് അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള ഹൃദയവിശാലത നൽകപ്പെട്ടു കഴിഞ്ഞാൽ, അത് അയാള് സ്വീകരിക്കാൻ സന്നദ്ധനായി കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രകാശത്തിലായിരിക്കും പിന്നെ അവനുണ്ടാവുക. എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം, ഏത് ദിശയിൽ നീങ്ങണം, എന്തൊക്കെ പ്രവർത്തിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില്, അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില് അയാൾക്ക് നല്ല വെളിച്ചം ലഭിക്കും, ഒരു മാർഗദർശനം ലഭിക്കും. ഭൂമുഖത്ത് മനുഷ്യർക്ക് ഈ വെളിച്ചം പകരുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുള്ളതും അവസാനത്തെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വേദങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് വെളിച്ചം. വെളിച്ചം ദൈവികമായിട്ട് പകർന്നു നൽകപ്പെടുന്ന സംഗതിയാണ്. അതിനാദ്യം ഒരാൾക്ക് കീഴ്പ്പെടാനുള്ള, വിധേയപ്പെടാനുള്ള ഒരു വിശാലത ഹൃദയത്തിന് ലഭിക്കണം. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പലരും അതിനെ കടുകട്ടിയായി മാറാൻ അവസരം ഉണ്ടാക്കി അതിനെ ഒരു നിലക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ അല്ലാതെ ആക്കിയിട്ടുണ്ടാവും. അത് അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണെന്നല്ല, ജീവിതത്തില് അവര് സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണമായിട്ട് ഹൃദയം കടുകട്ടിയായി മാറിയിട്ടുണ്ടാവും ചിലരുടേത്. എന്നാൽ ചിലരുടെ ഹൃദയങ്ങളെ അള്ളാഹു, ചിലരുടെ നെഞ്ചുകളെയോ ഹൃദയങ്ങളെയോ മനസ്സിനെയോ ഒക്കെ അള്ളാഹുവിന് വിധേയപ്പെടുന്നതിന് സാധിക്കുന്ന വിധത്തിലുള്ള വിശാലത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ വിശാലത ഉണ്ടായിട്ടുള്ള ആള് ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രകാശത്തിലാണ് ഉണ്ടാവുക. പ്രകാശം എന്നത് മാർഗദർശനമാണ്. ജീവിതം എന്ത് എന്നത് കൃത്യമായിട്ട് ആ മാർഗദർശനത്തിന്റെ വെളിച്ചത്തിൽ അയാൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. എങ്ങോട്ട് നീങ്ങണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, ഏത് വിധത്തിലാവണം, എന്ത് ലക്ഷ്യം വെക്കണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അയാൾക്ക് കൃത്യമായ ഏറ്റവും ഉപകാരപ്രദമായ വെളിച്ചം ലഭിക്കുന്നു എന്നതാണ് അതിനെ തുടർന്ന് അയാളുടെ അനുഭവം. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയാണ് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും. അതിനാൽ ഹൃദയം കടുകട്ടിയായി പോയവർക്ക് നാശമാണുള്ളത്. മിൻ ദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് ഹൃദയം കടുകട്ടിയായി പോയ ആളുകൾ. ഖാസിയത്ത് എന്ന് പറഞ്ഞാല് കടുപ്പമുള്ളതായി മാറുക, ഒന്നും അങ്ങോട്ട് കടക്കാതിരിക്കുക. ചില ആളുകള് ഹൃദയകാഠിന്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയായിട്ട്, പല പെരുമാറ്റങ്ങളിലൂടെ, നിലപാടുകളിലൂടെ ഒക്കെ ആയിട്ട്. അയാളുടെ അടുക്കൽ പോയിട്ട് ഹക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വരെ ആളുകൾക്ക് കഴിയാണ്ടാവും. അവിടെ അടുത്തെത്തിയിട്ട് സംസാരിച്ചു തുടങ്ങിയാൽ പോലും ഇയാളോട് ഇതൊന്നും പറയണ്ട എന്ന് തോന്നിയിട്ട് ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ഹൃദയകാഠിന്യം ഒരാൾക്ക് ഉണ്ടാകുന്ന കാരണമായിട്ടാണ്. അയാളുടെ ബുദ്ധി, കഴിവ്, അങ്ങനെയുള്ള പലതും വലിയ നേട്ടങ്ങളൊക്കെ അയാളുടേതായിട്ടുണ്ടാവാം. പക്ഷെ അത് കാരണമായിട്ട് അയാളിൽ ഉണ്ടായിട്ടുള്ള ഒരുതരം അഹങ്കാരവും ധിക്കാര മനസ്ഥിതിയും ഒക്കെ അയാളുടെ ഹൃദയത്തിനെ വല്ലാതെ കടുപ്പമുള്ളതാക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാവുമ്പോ അയാളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ, അള്ളാഹുവിനെ വിധേയപ്പെടുക എന്നൊരു സംഗതിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് ആ ഹൃദയം വിശാലതയുള്ളതായി നിലനിൽക്കുകയില്ല. അയാൾക്കൊന്നും വായിച്ച് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളൊന്നും തലേ കയറൂല. ഒരാൾക്കും അയാളോടൊന്നും പറയാൻ പറ്റൂല. അയാളോട് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പോയാൽ പോലും ഒരാളും അത്
പറയുകയോ പറഞ്ഞാൽ തന്നെ അയാൾ അത് ഉൾക്കൊള്ളുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കടുത്ത ഹൃദയമുള്ള ഒരാൾ മാറിയിട്ടുണ്ടാകും. ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയത്തെ കടുകട്ടിയാക്കി മാറ്റിയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ശാപമാണുള്ളത്, അയാൾക്ക് നരകത്തിലെ വയിലാണുള്ളത്. ഈ ഹൃദയങ്ങൾക്ക് ഈ ഖാസിയത്ത് എന്നുള്ള കടുപ്പം, കടുകട്ടിയാവുക എന്ന സംഗതി കാരണമായിട്ട് മിൻ ദിക്രില്ല, ഒന്നാമത് സംഭവിക്കുന്നത് അയാള് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന കാര്യം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിൽ നിന്ന് അയാളെ തടയുന്ന വിധത്തില് അയാളുടെ ഹൃദയം കടുകട്ടിയായി മാറിയിട്ടുണ്ടാവും. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അത്തരം ആളുകള് വളരെ വ്യക്തമായും തന്നെ ലലാലത്തിനാണ്, വഴികേടിലാണ്. ഈ ആളുകൾ ഹൃദയത്തെ കടുകട്ടിയായ ഒരു സംഗതിയാക്കി മാറ്റി അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഹൃദയത്തിനെ തടഞ്ഞ് അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം തന്നിലേക്ക് കടക്കുന്നതിന് ഒരു പഴുതും നൽകാതെ ഹൃദയത്തെ അടച്ചു കൂട്ടിവെച്ച, അങ്ങനെ ഏറ്റവും ഇടുങ്ങിയ ഹൃദയമുള്ള ആളുകളായിട്ട് മാറിയ ആളുകൾ, അത്തരം ആളുകൾ ഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായും വഴികേടിലായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തിൽ അള്ളാഹു വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ വേണ്ടി. നേരത്തെ അള്ളാഹു വിവരിച്ച ജലം ഇറക്കി തന്നുകൊണ്ട് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ആ സംഗതികളെ, ഇതുപോലെയുള്ള പ്രതിഭാസങ്ങളെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തില് ചില ആളുകളുടെ ഹൃദയങ്ങൾ കടുകട്ടിയായി പോകും. ആരും പറഞ്ഞാലും അയാൾക്ക് ഉപകരിക്കൂല, വായന ഉപകരിക്കൂല, നിരീക്ഷണം ഉപകരിക്കൂല. ശാസ്ത്രബോധം എന്നൊക്കെ പറയുന്നത് എത്ര ഉദാത്തമായ സംഗതികളാണ്, അതുപോലും അവർക്ക് സത്യം ഉൾക്കൊള്ളാൻ പ്രയോജനപ്പെടുന്നതല്ലാതായി മാറും. കാരണം അത് അടഞ്ഞ ഹൃദയമാണ്, കടുകട്ടിയായ ഹൃദയമാണ്. അതിന് അങ്ങോട്ട് ഒരു കാര്യവും കടക്കുകയില്ല, ഒരാൾക്കും അവരോട് പറയാനും പറ്റില്ല. പറഞ്ഞാൽ പോലും അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. നമുക്ക് മലയാള ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പല ആളുകളുടെയും ഒരു സൈക്കോ അനാലിസിസ് നടത്തിയാൽ ഇങ്ങനെ ഒരു രോഗബാധ അവരെ പിടികൂടിയിട്ടുണ്ട് എന്നത് വളരെ തെളിമയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിടെ പറയുന്നത് ഉലൈക ഫീ ളലാലിൻ മുബീൻ, ഇത്തരം ആളുകൾ വളരെ വ്യക്തമായിട്ടും വഴികേടിലാണ്, പിഴച്ച വഴിയിലാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.